ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് കുര്യൻ ജോൺ. 2004-2005 വർഷത്തെ ലയൺസ് ഇൻ്റർനാഷണലിൻ്റെ ഡിസ്ട്രിക്ട് ഗവർണറായിരുന്നു. 2005-2006 കൊല്ലം സൗത്ത് ഇന്ത്യയുടെ കൗൺസിൽ ചെയർമാനായിരുന്നു. അങ്ങനെ ലയൺസ് പ്രസ്ഥാനത്തിൽ എനിക്ക് ലഭിച്ച നല്ല ഒരു സുഹൃത്താണ് KS കോര എന്നറിയപ്പെടുന്ന കുഞ്ഞുമോൻ സാറുമായിട്ട് എൻ്റെ പരിചയം 1998 മുതലാണ് ഞാൻ തുടങ്ങിയത്. 98 നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ PGR പിള്ളയുടെ ഡിസ്ട്രിക്ട് ഗവർണർഷിപ്പിലാണ് പല പ്രാവശ്യം അദ്ദേഹത്തെ കാണുവാനും ചങ്ങനാശ്ശേരി ക്ലബ്ബിൽ പോകുവാനുമുള്ള അവസരം എനിക്ക് ലഭിച്ചത്. അന്ന് മുതൽ വളരെ നല്ല ഒരു സുഹൃത്ബന്ധമാണ് കുഞ്ഞുമോൻ സാറുമായിട്ട് ഞാനും എൻ്റെ കുടുംബവും പുലർത്തിയിരുന്നത്. ചങ്ങനാശ്ശേരി ക്ലബിൻ്റെ ഒരു എക്സാര് പറയുകയാണെങ്കിൽ വളരെ നല്ല ഒരു മെമ്പറായിരുന്നു. എന്ത് കാര്യങ്ങൾ ഏൽപ്പിച്ചാലും അദ്ദേഹം എത്രയും ഭംഗിയായിട്ട് ആ കാര്യങ്ങൾ ചെയ്തു തീർക്കും. എന്ത് കാര്യം വിശ്വാസത്തോടെ ഏൽപ്പിക്കാം. വളരെ ആത്മാർത്ഥതയുള്ള ഒരു സുഹൃത്തായിരുന്നു കുഞ്ഞുമോൻ സാർ എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ അഭിമാനമാണ് ഉള്ളത്. അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യം നമ്മുടെ 1996-98 കാലത്ത് മൊസൈക്ക് ടൈൽസ് ആയിരുന്നു നമ്മളുടെ വീട് പണിയിലും അതുപോലെ തന്നെ കെട്ടിടങ്ങളിലുമൊക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്. അന്ന് ഷൈനി മൊസൈക്സ് എന്നൊരു മൊസൈക്ക് സ്ഥാപനം അദ്ദേഹം തുടങ്ങുകയും വളരെ നല്ല ക്വാളിറ്റിയോട് കൂടിയുള്ള ഒരു മൊസൈക്ക് ടൈൽസും അതുപോലെ തന്നെ മൊസൈക്ക് ലേയിങ്ങും എല്ലാം അദ്ദേഹം ചെയ്യുകയുണ്ടായി. ഞാൻ അദ്ദേഹത്തെ അന്ന് മുതൽ വളരെ പരിചയപ്പെട്ടു. അദ്ദേഹം ഈ മൊസൈക്ക് ചെയ്യുന്നതിൽ എനിക്ക് തോന്നുന്ന കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ വളരെ ബെസ്റ്റായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരുന്നു ഷൈനി മൊസൈക്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്ഥാപനം. അത് കഴിഞ്ഞ് അദ്ദേഹം വീടിൻ്റെ പണികൾക്ക് ആവശ്യമുള്ള സാനിറ്ററി അങ്ങനെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തുടങ്ങിയ കടകൾ നടത്തി. അതെല്ലാം ഭംഗിയായിട്ട് വിജയിച്ചു. അത് കഴിഞ്ഞ് ചങ്ങനാശ്ശേരിയിൽ അദ്ദേഹം ഒരു കൺവെൻഷൻ സെൻറ്റർ തുടങ്ങി. അതിലും പല പ്രാവശ്യം പല മീറ്റിങ്ങുകളിൽ പോകുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അദ്ദേഹമായിട്ട് ഞാൻ കൂടുതൽ അടുത്തത് 2000-2001 വർഷം ഹരുൺ ഡിസ്ട്രിക്ട് ഗവർണർ ആയിരുന്നപ്പോഴാണ്. അന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്നു. അന്ന് എല്ലായിടത്തും പോകുമ്പോൾ എന്ത് കാര്യവും ഏൽപ്പിക്കുവാൻ പറ്റിയ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് കുഞ്ഞുമോൻ സാർ എന്ന് ഹരുൺ എൻ്റെ അടുത്ത് എപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ അന്ന് ഡിസ്ട്രിക്ട് കൺവെൻഷൻ കോട്ടയത്ത് നിന്ന് വെച്ച് നടത്തിയപ്പോൾ അതിൻ്റെ ജനറൽ കൺവീനറായിട്ട് CV മാത്യുവും അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് KS കോര സാറും കൂടിയാണ് ഉണ്ടായിരുന്നത്. അന്നത്തെ കൺവെൻഷൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് കൺവെൻഷൻസ് ആയിരുന്നു. അങ്കമാലി മുതൽ പാറശാല വരെയുള്ള എല്ലാ ക്ലബ്ബുകളും പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നു. അതുപോലെ തന്നെ നമ്മളൊരു സംഗമം നടത്തുകയുണ്ടായി എറണാകുളത്ത്. അന്നും ചങ്ങനാശ്ശേരി ക്ലബ്ബും കോട്ടയം ആ ഭാഗത്തുള്ള എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് വളരെ നല്ല ഒരു ലീഡർഷിപ്പ് എടുക്കാൻ പറ്റിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. അതുപോലെ ഞാൻ ഒരു കാര്യം ഓർക്കുന്നത്, അന്നത്തെ കാലത്ത് TV-യിലൊക്കെ അഡ്വർടൈസ്മെൻറ്റുകളൊന്നും വരാറില്ല. അന്ന് ഷൈനി മൊസൈക്സിൻ്റെ അഡ്വർടൈസ്മെൻറ്റാണ് ഞാൻ ആദ്യമായിട്ട് ഈ TV-യിൽ അഡ്വർടൈസ്മെൻറ്റായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. അന്ന് മുതൽ ധാരാളം ഒരു വിഷനായിരുന്നു അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിൽ കൊടുക്കുവാനായിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അദ്ദേഹത്തിൻ്റെ മരണം വളരെ ഒരു സങ്കടകരമായിരുന്നു. 1-2 ആക്സിഡൻ്റ് ഉണ്ടായാലും അതിൽ നിന്നെല്ലാം അദ്ദേഹം ബെറ്ററായി വരികയും വളരെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്തു. ഇന്നും അദ്ദേഹത്തിൻ്റെ നല്ല ഓർമ്മകൾ എന്നും മനസ്സിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷേർലിയും 2 കുട്ടികളും എൻ്റെ നല്ല സുഹൃത്തുക്കളാണ്, എൻ്റെയും വിമലയുടെയും. ഇന്നും നല്ലൊരു സുഹൃത്ത് ബന്ധം പുലർത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ 5ാമത്തെ വാർഷികമാണ്, മരണാനന്തര വാർഷികമാണ് ഇപ്പോൾ നടക്കുന്നത്. അന്ന് ഇതുപോലെ ഒരു ചാനലിൽ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാൻ സാധിച്ച് അറിയുന്നതിൽ സന്തോഷമുണ്ട്. ഞാൻ അദ്ദേഹത്തെ എന്നും എൻ്റെ മനസ്സിൽ വളരെ നല്ല ഒരു ലീഡർഷിപ്പുള്ള ഒരു വ്യക്തിയായി, വളരെ സൈലൻ്റായി, എന്തും ആത്മാർത്ഥമായി ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ എന്നും കാണുന്നു. ഒരിക്കൽ കൂടി എനിക്ക് ഇങ്ങനെ അവസരം തന്നതിന് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച്.